നമസ്കാരം സുഹൃത്തുക്കളെ. മൊത്ത അന്ധകാരത്തിലാണ്. വയനാട്ടില് നല്ല കിടുക്കാച്ചി മഴയാണ്. നല്ല കൊടുങ്കാറ്റ് പോലെയുള്ള കാറ്റ് വീശുന്ന ശബ്ദമാണ് ചുറ്റും. ഡാമുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്, തോടുകളും പുഴകളും ഒക്കെ നിറഞ്ഞു. എന്താണ് നാളെ എന്ന് അറിയില്ല. ആ ഒരു അവസ്ഥയിലാണുള്ളത്. കറണ്ട് ഇല്ല. അപ്പോ വൈകിട്ട് ഒന്ന് കറണ്ട് മിന്നിപ്പോയപ്പോ ഫോണൊക്കെ ഒന്ന് റീചാർജ് ചെയ്ത് വെച്ചു. അങ്ങനെയാണ് ഒന്ന് രണ്ട് പോസ്റ്റുകൾ ഇപ്പൊ FB ഒക്കെ ഒന്ന് തുറന്നു നോക്കി. TV കാണാൻ പറ്റില്ല, TV കാണാൻ കറണ്ടും ഇല്ല, കേബിള് പോയി കിടക്കുകയാണ്. അതുകൊണ്ട് TV തുറന്നിട്ട് കാര്യമില്ല, ന്യൂസുകളൊന്നും അറിയുന്നില്ല. എവിടെ വെള്ളം കയറി എന്തായി ഒന്നും അറിയില്ല. വീട്ടിനുള്ളിൽ അടച്ചിരിപ്പാണ്. അപ്പോഴാണ് FB-യിൽ ചില പോസ്റ്റുകളൊക്കെ കണ്ടത്. അങ്ങനെ ഈ നമ്മുടെ കഴിഞ്ഞ വർഷം പിന്നെ പ്രകൃതി ദുരന്തം നടന്ന നമ്മുടെ ചൂരൽമലയുണ്ടല്ലോ, അതിനെപ്പറ്റി ഇട്ടൊരു പോസ്റ്റ് BJP ജില്ലാ പ്രസിഡന്റായ പ്രശാന്ത് മലവേൽ ഇട്ടൊരു പോസ്റ്റാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. കാരണം അത് അറിയേണ്ടതാണ്. അപ്പോ ഇതിലിപ്പോ ശ്രീ പ്രശാന്ത് മലവേൽ പറഞ്ഞിരിക്കുന്നത്, മത്തായിക്ക് എന്ത് ചൂരൽമല, മത്തായി കല്ലുകൾ പ്രകൃതി തന്നെ പിഴുതെറിയും എന്നാണ്. അതെന്താണ് കാരണം എന്ന് വെച്ചാ, വയനാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ വീണ്ടും ആശങ്കപ്പെടുത്തുകയാണ്. ചൂരൽമലയിൽ ബെയിലി പാലത്തിനടിയിൽ കലങ്ങി മറിഞ്ഞ് മലമുകളിൽ നിന്ന് നിലയ്ക്കാതെ വെള്ളം കുത്തി ഒഴുകുന്നുണ്ട്. പുഴയിൽ നിന്ന് മീറ്റർ പിടിച്ച് ആദ്യം 30 മീറ്ററും പിന്നെ 50 മീറ്ററും കൃത്യം അളന്ന് 1 ഇഞ്ച് പോലും മാറാതെ ജോൺ മത്തായി എന്ന ശാസ്ത്രജ്ഞൻ അതിർകല്ലുകൾ ഇട്ടിട്ടുണ്ട്. കല്ലുകൾക്കിപ്പുറം സുരക്ഷിതമായി ജീവിക്കാമെന്ന് പറഞ്ഞ് പരമാവധി ആളുകൾക്ക് ആനുകൂല്യങ്ങളൊന്നും നൽകാതെ അവിടെ തന്നെ താമസിപ്പിച്ചിട്ടുമുണ്ട്. ചൂരൽമലയിലെ അവസ്ഥയാണ് പറയുന്നത്. ഈ പുഴയുടെ ആദ്യം 30 മീറ്റർ പിടിച്ചു, പിന്നീട് 50 മീറ്റർ പിടിച്ചിട്ട് കല്ലുകൾ ഇട്ടിരിക്കുകയാണ്. ആ കല്ലുകൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോഴും കുറെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അതാണ് മത്തായി കല്ലുകൾ. അപ്പോ ദുരിതാശ്വാസ നിധിയിൽ നല്ലൊരു പങ്ക് ബാക്കിയാക്കി കൊടുത്തതിന് മുഖ്യമന്ത്രിയുടെ പട്ടും വളയും വാങ്ങാൻ റെഡിയായാണ് ശാസ്ത്രജ്ഞൻ നിൽക്കുന്നത്, ഈ മത്തായി ശാസ്ത്രജ്ഞൻ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം പ്രകൃതി താണ്ഡവമാടിയപ്പോൾ 50ഉം 500ഉം ഒന്നും പുഴയ്ക്ക് പ്രശ്നമല്ലായിരുന്നതാണ് ഭീതിപ്പെടുത്തുന്നത്. പുഴയ്ക്ക് അറിഞ്ഞൂടല്ലോ മത്തായി കല്ലേതാണ്. അപ്പൊ 50 ആണോ 500 ആണോ, പുഴ പാഞ്ഞിങ്ങോട്ട് പോരും. മത്തായി കല്ലിട്ട ഈ 50 മീറ്ററിനിപ്പുറം നിവൃത്തികേട് കൊണ്ട് താമസിക്കുന്നവരുടെ അടുക്കളയിൽ നിന്നുമാണ് പലരെയും ജീവനോടെയും ഇല്ലാതെയും കിട്ടിയത്. മനസ്സിലായില്ലേ? ഈ 50 മീറ്ററിന് ഇപ്പുറത്ത് ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങളെന്ന്. സുരക്ഷിതമാണെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ട് മാറ്റി താമസിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറല്ല. കാരണം ദുരിതാശ്വാസ നിധിയിൽ പണം വന്ന് കിടക്കുന്നുണ്ട്, പക്ഷെ അത് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവാക്കാൻ വയ്യ. അങ്ങനെയാണ് ഈ ജോൺ മത്തായിനെ കൊണ്ട് ആദ്യം 30 മീറ്റർ പിന്നെ 50 മീറ്റർ എന്ന കണക്ക് വെപ്പിച്ചത്. 50 മീറ്ററോ 500 മീറ്ററോ എന്ന് തീരുമാനിക്കുന്നത് ആ പുഴയാണ്, പ്രകൃതിയാണ്. അപ്പോ ഇപ്പോ സുരക്ഷിത സ്ഥാനങ്ങളിൽ താമസിക്കുന്നു എന്ന് പറയുന്നവർ ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് പോലും കഴിഞ്ഞ വർഷം മൃതദേഹങ്ങൾ എടുത്തതാണ്. അതാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. ദുരന്തബാധിതരെ ഒറ്റുകൊടുത്തതിലൂടെ പെരും ലാഭമാണ് മത്തായി സർക്കാരിന് ഉണ്ടാക്കി കൊടുത്തത്. പാവങ്ങൾക്ക് ആശങ്കയോടെ മലമുകളിലേക്കും പിന്നെ പുഴയിലേക്കും നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. എന്തു ചെയ്യും സാധാരണ ജനങ്ങള്? സർക്കാരും മറ്റ് ഉദ്യോഗസ്ഥന്മാരും ബ്യൂറോക്രസിയെ കൂട്ടുപിടിച്ച് ഇങ്ങനെ ചെയ്താൽ സാധാരണ ജനങ്ങൾ എന്തു ചെയ്യും? പാവപ്പെട്ട ജനങ്ങൾ പോലും അവരുടെ കുടുക്ക പൊട്ടിച്ചു പോലും ഈ സർക്കാരിന്റെ നിധിയിലേക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ സഹായം വീണ്ടും വന്നിട്ടുണ്ട്. കലക്ടറുടെ ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നു, ഒരു ഫണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ എല്ലാവിധ ഫണ്ടുകൾ കിട്ടിയിട്ടും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഒക്കെയും ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ പാവപ്പെട്ട ജനങ്ങളോടുള്ള വഞ്ചനയാണ്. ഈ ജനങ്ങൾക്ക് പൈസ കൊടുത്ത് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. അവർ ഇഷ്ടപ്പെട്ട സ്ഥലം കണ്ടുപിടിച്ച് വീടെടുത്ത് മാറിക്കോളുമായിരുന്നു. ഇതൊന്നും ചെയ്തു കൊടുക്കാതെ വീണ്ടും ഒരു പെരുമഴക്കാലം വന്നിരിക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നമുക്ക്
കൂട്ടായി കാത്തിരിക്കാം, പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. രാഷ്ട്രായ സ്വാഹ ഇദം നമമ.